മൂന്നാർ ഗ്യാപ്പ് റോഡ് അഥവാ NH85 വിസിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ നിർത്തുന്ന ഒരു പോയിന്റാണ് ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ്. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയിലും ആ റോഡിൻ്റെ ഭംഗിയിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ ആ ഒരു പോയിന്റിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടുണ്ട്. ആനമടിക്കും മീശപ്പുലിമലയ്ക്കും ശേഷം മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയതും അതുപോലെ ലോക്ക്ഹാർട്ട് ടീ എസ്റ്റേറ്റ്, ഇടുക്കി ആർച്ച് ഡാം, ആനമുടി പീക്ക്, മുട്ടുകാട് നെൽപ്പാടം, മൂന്നാറിന് ചുറ്റുമുള്ള മറ്റു സ്ഥലങ്ങൾ, മൂന്നാറിലെ തന്നെ ഏറ്റവും മികച്ച സൺറൈസിൻ്റെ കാഴ്ചകളും സമ്മാനിക്കുന്ന 7200 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ മൂന്നാർ ടൗണിൽ നിന്ന് വെറും 12 കിലോമീറ്റർ അകലെയായിട്ട് കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും എല്ലാം ഒളിപ്പിച്ചു വെച്ച ചക്രമുടിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ ബോണിച്ചേട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബോണിച്ചേട്ടൻ വർക്ക് ചെയ്യുന്ന രാജാക്കാട് ഞാൻ ശനിയാഴ്ച വൈകുന്നേരം എത്തി. അപ്പം അന്ന് ഈവനിങ് ഞങ്ങൾ ചക്രമുടി പീക്ക് കാണുന്ന 1-2 വ്യൂ പോയിന്റിലും അതുപോലെ തന്നെ പൊന്മുടി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കള്ളിമാലി വ്യൂ പോയിന്റിലൊക്കെ പോയിരുന്നു. അടുത്ത ദിവസം അതായത് സൺഡേ രാവിലെ 4:30 ആയപ്പോൾ തന്നെ രാജാക്കാട് നിന്ന് ഞങ്ങൾ തിരിച്ചു 5:15 ചക്രമുടി ബേസ് പോയിന്റിലെത്തി. അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് 5:30 മുതൽ ട്രക്കിംഗ് ഓപ്പൺ ആവും. ട്രക്കിംഗ് ഫീ ഒരാൾക്ക് 400 രൂപയാണ് വരുന്നത്. കാർഡ് ആൻഡ് ഗൂഗിൾ പേ ആണ് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു മിനറൽ വാട്ടർ ബോട്ടിലും ബിസ്ക്കറ്റ് പാക്കറ്റും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഏർലി മോർണിംഗ് മറ്റ് കടകളൊന്നും തന്നെ അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് മറ്റ് സ്നാക്സ് എന്തെങ്കിലും നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും. 5:30 ആയപ്പോൾ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് അധികം വെട്ടമൊന്നുമില്ല, പക്ഷെ നല്ല മൂൺലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങ് കുറച്ച് നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഓപ്പൺ സ്പേസിലോട്ട് എത്തും. അവിടുന്ന് പിന്നെ സ്റ്റീപ്പായിട്ടുള്ള പാറകളിൽ കൂടെയാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മല കയറുമ്പോൾ തന്നെ പുറകിലായിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര രസമാണ്. ആ ഒരു കളർ വേരിയേഷനൊക്കെ നമുക്ക് തുടക്കം തൊട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ട്രക്കിംഗ് തുടങ്ങി അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സൺറൈസ് വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും. അവിടെ ഒരു കുരിശുമല കൂടിയുണ്ട്. നമ്മൾ പോകുന്ന വഴി പാറകളിലൊക്കെ ഇങ്ങനെ സ്റ്റേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം 14 സ്റ്റേഷൻസ് ആണ് ഉള്ളത്. അതിൽ 14ാമത്തെ സ്റ്റേഷൻ ഏറ്റവും ടോപ്പിലെ കുരിശ് വരുന്നത് സൺറൈസ് വ്യൂ പോയിന്റിലാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5:30 ആയപ്പോൾ തന്നെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ഈ ഒരു ഫസ്റ്റ് ബാച്ച് 5:30 തന്നെ കയറാൻ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പം ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും തന്നെ ടോപ്പിലെത്തുമ്പോൾ വെയിലാവുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നേരത്തെ എപ്പോഴും എത്താൻ ശ്രമിക്കുക. ഫോറസ്റ്റ് ഓഫീസ് മുതൽ സൺറൈസ് വ്യൂ പോയിന്റ് വരെയുള്ള നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ആദ്യത്തെ വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു പോർഷൻ ട്രക്കിംഗ് അത്യാവശ്യം ഈസിയാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പാറകളിൽ കൂടെ കയറണം. അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു വഴിയുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ബിഗിനറിന് പോലും വളരെ ഈസി ആയിട്ട് ട്രക്ക് ചെയ്തെത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ 5:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 6 മണി ആയപ്പോൾ തന്നെ സൺറൈസ് വ്യൂ പോയിന്റിലെത്തി. സൺറൈസ് വ്യൂ പോയിന്റ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കുരിശ് കാണുമ്പോഴാണ്. അവിടെ എല്ലാവരും തന്നെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടെല്ലാം നിന്ന് സൺറൈസിൻ്റെ ഓരോ പോർഷനും ഇങ്ങനെ ക്ലിക്കൊക്കെ എടുത്താണ് പോരുന്നത്. ഗ്യാപ്പ് റോഡിൻ്റെ 360 വ്യൂവിൻ്റെ കൂടെ വളരെ വൈഡായിട്ടുള്ള സൺറൈസിൻ്റെ കാഴ്ചയും കണ്ട് അരമണിക്കൂറോളം ഞങ്ങളിവിടെ നിന്നു. സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്ന് ദൂരെയായിട്ട് ചക്രമുടി പീക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മീശപ്പുലിമലയിൽ കണ്ട റോഡോഡെൻഡ്രോൺ ചെടികൾ ഇവിടെയും വഴിനീളെ ഉണ്ടായിരുന്നു. നീലക്കുറിഞ്ഞ് പൂക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ചക്രമുടി.
2014 ഇവിടെ അവസാനമായിട്ട് കുരഞ്ഞു പൂത്തത്. ഇനി 2026 പൂക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചക്രമുടി പീക്കിൻ്റെ താഴ്വാരത്തുള്ള ബൈസൺ വാലി പ്രദേശത്ത് ഒരുപാട് റിസോർട്ട് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇവിടുത്തെ എക്കോസിസ്റ്റം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 2026 നീലക്കുറിഞ്ഞി എത്രമാത്രം പൂക്കുമെന്ന് ഡൗട്ടുണ്ടെന്നാണ് ചില സ്റ്റഡീസൊക്കെ പറയുന്നത്. സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്ന് ചക്രമുടി പീക്കിൻ്റെ ഡയറക്ഷനിൽ നടക്കാൻ തുടങ്ങി ഞങ്ങൾ. അപ്പോൾ ഇനി ചോലക്കാടുകളൊക്കെ കടന്നിട്ട് വേണം നമ്മൾ അടുത്ത മലയിലോട്ട് കയറാൻ വേണ്ടി. ഞങ്ങൾ സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്നപ്പം ഫോറിനറേയും കൊണ്ട് ഒരു ഗൈഡ് ആയിട്ടും വന്നായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് മുകളിലോട്ടുള്ള ട്രെക്കിംഗ് ക്ലോസ് ചെയ്തേക്കുവാണ്, സൺറൈസ് വ്യൂ പോയിന്റ് വരെ മാത്രമേ ട്രെക്കിംഗ് ഉള്ളെന്ന്. അപ്പോൾ എല്ലാവരും ആദ്യം ഒന്ന് ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം എല്ലാവരും തന്നെ ഏറ്റവും ടോപ്പ് വരെ പോകാന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വരെ വന്നത്. സൺറൈസ് വ്യൂ പോയിന്റിലാണെങ്കിൽ ഞങ്ങൾ വളരെ നേരത്തെ എത്തുകയും ചെയ്തായിരുന്നു. അപ്പോഴേക്കും തന്നെ താഴെ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ കണ്ട വേറൊരു ഗൈഡ് ആയിട്ടും വന്നു. അപ്പോൾ ആൾ പറഞ്ഞ ഏറ്റവും ടോപ്പ് വരെ തന്നെ നമുക്ക് ട്രക്കിംഗ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇനി ഫോറിനറിൻ്റെ പാക്കേജിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും മറ്റേ ഗൈഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പം എന്തായാലും ഏറ്റവും മുകളിൽ വരെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഉള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ ഒരു ചോലക്കാടുകളോട് ചേർന്ന് പോകുമ്പോഴാണ് നമുക്ക് ഗ്യാപ്പ് റോഡിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. നമുക്ക് ദേവികുളത്തിൻ്റെയും അതുപോലെ തന്നെ ബൈസൺ വാലിയുടെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് റോഡിൻ്റെ ആ പോർഷനാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുക. അതിൽ തന്നെ ഇടുക്കിയിലെ ഏക ടോൾ ബൂത്ത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ദൂരെയായിട്ട് നമുക്ക് ആനമുടി പീക്ക് അതുപോലെ തന്നെ മീശപ്പുലിമല എല്ലാം ഇവിടുന്ന് ചെറുതായിട്ട് കാണാൻ സാധിക്കും. ഇന്നധികം കോടയൊന്നുമില്ല. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് നമുക്കൊരു ക്ലൗഡ് ബെഡും അത് ഒത്തിരി ഒരു കോടയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഏറ്റവും ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. കേരളത്തിലെ ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഉള്ള പോലെ തന്നെ ചില ഐതിഹ്യങ്ങളും കഥകളും ചക്രമുടിക്ക് പിന്നിലുമുണ്ട്. ചക്രമുടി എന്ന പേരിൻ്റെ അർത്ഥം ശിവൻ കുടികൊള്ളുന്ന പർവ്വതം എന്നാണ്. ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്. ചക്രമുടിയുടെ ബേസിൽ ബൈസൺ വാലിയിൽ കല്ലമ്പലം ഉണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചവർ തന്നെയാണ് ആ ഒരു കല്ലമ്പലവും നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ വർഷത്തിലൊരിക്കൽ അവിടെ ഒരു ഉത്സവമൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയുള്ള ഗോത്രവർഗത്തിൻ്റെ ആരാധനാമൂർത്തിയാണ് അമ്പലത്തിലെ പ്രതിഷ്ഠയായിട്ട് വരുന്നത്.
ബോണിച്ചാ ലോസ്റ്റായോ? ഇല്ലില്ല, ഇതല്ലേ വഴി? ഇങ്ങോട്ടല്ലേ? ഇതിനകത്തൂടെ തന്നെയാ, വേറെ വഴിയൊന്നുമില്ല. ഇതാ ടാസ്ക് ആണല്ലോ. ഹാരിസൺ മലയാളത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഹാർഡ്ലോക്ക് ടീ എസ്റ്റേറ്റ് ആണ് നമുക്ക് ചൊക്രമുടിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പെരിയകനാൽ വാട്ടർഫോൾസ്, ആനിയറങ്ങൾ ഡാം, ഹാർഡ്ലോക്ക് മ്യൂസിയവും ബംഗ്ലാവും എല്ലാം തന്നെ ചൊക്രമുടിയിൽ നിന്ന് വളരെ അടുത്താണ്. ട്രക്കിങ്ങിന് ശേഷം ഈ ഒരു വ്യൂ പോയിന്റ് എല്ലാം തന്നെ കണ്ട് നമുക്ക് തിരിച്ച് വൈകുന്നേരത്തേക്ക് മൂന്നാർ എത്താനും സാധിക്കും. അപ്പം ഇങ്ങോട്ട് പ്രൈവറ്റ് വണ്ടികൾക്ക് വരുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഏർലി മോർണിംഗ് ആണ് ചൊക്രമുടിയിൽ നമുക്ക് എത്തേണ്ടത്. ആ ഒരു ടൈമിൽ ബസ് അവൈലബിൾ ആയിരിക്കില്ല. വാഹനങ്ങളില്ലാത്തവർ തലേന്ന് മൂന്നാർ അല്ലെങ്കിൽ ദേവികുളം വന്ന് താമസിച്ചിട്ട് അവിടുന്ന് ജീപ്പ് സർവീസിനെ വല്ലതും ഡിപ്പെൻഡ് ചെയ്ത് രാവിലെ ഇവിടെ എത്തേണ്ടി വരും. ചൊക്രമുടി ബേസ് പോയിന്റിനോട് ചേർന്ന് തന്നെ 2-3 റിസോർട്ടുകളൊക്കെ വരുന്ന വഴി കണ്ടിരുന്നു. അപ്പം അവിടെ വന്ന് സ്റ്റേ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് രാവിലെ ഇവിടെ എത്താൻ സാധിക്കും. പിന്നെ ഏർലി മോർണിംഗ് ബൈക്കിനൊക്കെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആനശല്യം ഉള്ളൊരു റൂട്ടും കൂടെയാണിത്. സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കണ്ട ഒരു മലയാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് എന്നാണ് ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മലയുടെ അപ്പുറത്ത് ഒരു മലയും കൂടെ ഉണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് യാത്രയും സൈക്ലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റാമിനയൊക്കെ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഈ ഒരു സ്ട്രെച്ചിൽ ഞാനും ബോണിച്ചനും കുറച്ച് മടുത്തുപോയി. അതുകൊണ്ട് പോരുന്ന വഴിയൊക്കെ എല്ലായിടത്തും നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് വളരെ സാവധാനമാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോകുന്നത്. നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ ഈ ഒരു മലയുടെ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് അടുത്ത മലയിലോട്ട് ഇറങ്ങുന്ന വഴി വളരെ ചെറുതും അതുപോലെ തന്നെ അപ്പുറം ഇപ്പുറം എല്ലാം കൊക്കയാണ്. വളരെയധികം ശ്രദ്ധിച്ചിറങ്ങേണ്ട ഒരു പോർഷൻ കൂടെയാണ്. ഒത്തിരി റിസ്കി അല്ല, പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അവിടെ കയറി ഓൾറെഡി തിരിച്ചു വരുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കുറേ അടുത്ത് നിർത്തിയോണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പം പതുക്കെ വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. കോടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ടോപ്പിലെത്തി. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാമിനയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു 2 to 3 hours കൊണ്ട് നമുക്ക് താഴെ നിന്ന് ഏറ്റവും ടോപ്പിൽ എത്താൻ സാധിക്കുന്നതാണ്. ആ സൈഡ് പിടിച്ചോ, ഇപ്പുറത്തെ സൈഡ് ഒന്ന് പണിച്ചോ, ഈ സൈഡിൽ കയറുക, ആ കട്ടിങ് ഉള്ളിടത്ത് കൂടെ കയറുക. ഇവിടെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. നമുക്ക് ദൂരെയായിട്ട് ആനമുടി മലകളെല്ലാം തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കയറി വന്ന വഴികളൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പം, എസ്പെഷ്യലി നമ്മൾ സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട മലയൊക്കെ ഈ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
ഏകദേശം 9 മണി എടുക്കാറായിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ലേറ്റായിട്ട് എത്തിയവരായിരിക്കും. വെയിൽ പതുക്കെ പതുക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അധികം ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. KSRTCയുടെ ഏറ്റവും പുതിയ ഡബിൾ ഡെക്കർ ബസ്സാണ്. ആ ഒരു ഫ്രെയിമിൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. കണ്ടുപിടിച്ച് കാണും. പോവാ. ഈ ഒരു ചക്രമുടി ട്രക്കിങ് വൺ സൈഡ് 9 to 10 കിലോമീറ്റേഴ്സ് ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. മീശപ്പുലിമലയും ഏകദേശം സെയിം ദൂരം തന്നെയാണ്. പക്ഷേ മീശപ്പുലിമല വെച്ച് നോക്കുമ്പം ചക്രമുടി കുറച്ചും കൂടെ ഹാർഡ് ട്രക്കിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം മീശപ്പുലിമല 7-8 മലകളുണ്ടെങ്കിലും നമുക്കത് ട്രാവൽ ചെയ്യാൻ അത്യാവശ്യം ഈസിയാണ്. അതുപോലെ ക്ലൈമറ്റ് കുറച്ചും കൂടെ ഒരു തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു അവസാനത്തെ പീക്ക് കയറുമ്പോഴാണ് നമ്മൾ ശരിക്കും മടുക്കുന്നത്. ഇത് കുരിശുമലയുടെ സ്റ്റേഷൻസ് മാർക്ക് ചെയ്തേക്കുന്നതാണ്. രാവിലെ ഇരുട്ടായതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ തിരിച്ചൊരു 11 മണി റേഞ്ചൊക്കെ ആയപ്പോഴേക്കും താഴെ എത്തി. ഈ ഒരു ട്രക്കിങ്ങിന് വരുമ്പോൾ അധികം ലഗേജ് കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടുന്ന് തന്നെ ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത് സഫീഷ്യൻ്റ് ആണെന്ന് തോന്നി. എന്നാലും ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് സ്നാക്സും കൂടെ കരുതുന്നതാണ്. വെള്ളം വേറെ കരുതേണ്ടതായിട്ടില്ല. ഇവിടെ പ്ലാസ്റ്റിക്സ് ഒന്നും നമ്മൾ നിക്ഷേപിക്കാൻ പാടില്ല. ഇവർ തന്നുവിടുന്ന ബോട്ടിലും അതുപോലെ മറ്റ് പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഇവിടെ തിരിച്ച് താഴെ എത്തിയിട്ട് തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്മോക്കിങ്ങും ആൽക്കഹോൾ എല്ലാം തന്നെ ഇവിടെ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. മീശപ്പുലിമല ട്രക്കിംഗ് പോലെ തന്നെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ട്രക്കിംഗ് ആണ് ചക്രമുടിയിലേത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സൺറൈസ് എന്ന് പറയുന്നത് മൂന്നാറിലെ തന്നെ മറ്റേത് സ്ഥലങ്ങളെക്കാളും ഈവൻ കൊളുക്കുമലയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സൺറൈസ് വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ രാവിലെ 5:30 തുടങ്ങി ഏകദേശം 11 മണിയായപ്പം താഴെ എത്തിയിരുന്നു. അപ്പം മൂന്നാറിലെ ഏകദേശം പ്രധാനപ്പെട്ട മലകളൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോസ് പീക്കും കൂടിയാണ് നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വേനൽക്കാലമൊക്കെ വരുവാണ്, അതുകൊണ്ട് ഇനി ട്രക്കിംഗ് ഒക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും പുതിയ മലകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് പുതിയ യാത്രകൾ ഈ ഒരു സമയത്ത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.